അപ്പോൾ അത് സത്യമായിരുന്നല്ലേ? പിന്നല്ലാതെ എന്തിനാ നമ്മൾ അതിന്റെ പുറകെ ഇത്ര നാള് നടന്നേ? ഉറപ്പില്ലായിരുന്നല്ലോ. സന്തോഷിക്കണ്ട, ആകെ കുറച്ച് മുടിയാ കിട്ടിയേ. എന്നാലും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടോ? കുഞ്ഞിൽ എൻ്റെ മാല പൊട്ടിയപ്പോൾ അമ്മേ വീട് കുടുവെല്ലാം പോയി എന്ന് പറഞ്ഞ് കരഞ്ഞവൻ. ഓ, ഈ അമ്മച്ചി ഇവിടെ നിന്ന് മാറ്റി വാടാ. നിനക്ക് ഉറപ്പാണോ? ഇനി ഈ ഫോട്ടോ കാണുന്ന അലപ്രേതോ? ഞാൻ എൻ്റെ 2 ദിവ്യങ്ങൾ കൊണ്ട് കണ്ടതാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫോട്ടോ വരെ എടുത്തു വെച്ചു. നിനക്ക് കുറച്ച് സൈഡിൽ നിന്ന് എടുത്തൂടെ? അതുമല്ല, അവിടെ സ്ഥലം മാത്രമേ കണ്ടുള്ളൂ, അതും ബാക്കിൽ നിന്ന്. ആടി, ഞാൻ അവിടെ ചെന്നിട്ട് കുഞ്ഞെ കുറച്ച് ഇച്ചിരി സൈഡിലോട്ട് നിന്നേ എന്ന് പറഞ്ഞ് ഞാൻ ഫോട്ടോ എടുക്കാടി. നീ തലയ്ക്ക് സുഖമില്ലാത്തവരോടൊന്ന് സംസാരിക്കില്ലേ? എക്സ്പ്ലെയിൻ ഡീറ്റെയിൽസ്. ഓക്കെ, ലിസൺ കെയർഫുള്ളി. ഞാൻ പള്ളിയിലായിരുന്നു. അപ്പോൾ ലൂയി കണ്ടു. അളിയ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് അടുത്ത് എല്ലാം പോകുമ്പോഴത്തേക്കും അവൻ എവിടെയോ പോകുന്നു. അവൻ്റെ പുറകെ ചെന്നപ്പോൾ കണ്ട ദൃശ്യമാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. എന്നാണ്ട് 2 പേരും കൂടെ വർത്താനം പറയുമായിരുന്നു. അതൊന്നും ഞാൻ കേട്ടില്ല, പക്ഷേ കണ്ട സാധനം ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ലൂയി ഒരു പെങ്കൊച്ചിന്റെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ നടന്ന ശാവം. ഇത് അത് തന്നെയാണോ? പിന്നെ അല്ലാണ്ട് ഒറ്റയ്ക്ക് മാറി നിന്ന് അതും ഒരു പെങ്കൊച്ചിൻ്റെ കൈ പിടിക്കേണ്ട കാര്യമുണ്ടോ? ലൂയിയുടെ മനസ്സിൽ കയറിയ ആ മുടിയെ തേടിയുള്ള യാത്രയാണ് ഇനി. യെസ്, മുടി. വേറെ അറിയൂ? നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ മുടിയുള്ള ആരാ? എൻ്റെ അറിവിൽ ആരുമില്ല. ഓടി കണ്ണു തുറന്ന് നോക്കപ്പെടുമ്പോഴേ ഇത് സ്ട്രെയിറ്റ് മുടിയാ. സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്ര അടിപൊളിയായിട്ടുള്ള മുടി ഇവിടെ ആർക്കും ഇല്ല. എന്നാ പള്ളിയിലെയാ. പള്ളിയിലോ? അവിടെ ആർക്കാ സ്ട്രെയിറ്റ് മുടി? അതിന് വല്ലപ്പോഴും ഒക്കെ പള്ളിയിൽ പോകണം. സാരിയില്ല, ഇനി സമയമുണ്ടല്ലോ, പോവാ. മിഷൻ പള്ളി, ടാർഗറ്റ് സ്ട്രെയിറ്റ് മുടി. അണ്ടർസ്റ്റാൻഡ്? എനിക്ക് പ്രോപ്പർ എവിഡൻസ് വേണം. ഇതുകൊണ്ട് അവൻ പേടിക്കത്തൊന്നുമില്ല. അതൊക്കെ ചേട്ടൻ സെറ്റാക്കിക്കോളാം. ഇത്രയൊക്കെ കണ്ടുപിടിച്ചില്ലേ, ബാക്കി കണ്ടുപിടിക്കാൻ എനിക്കറിയാം. കണ്ട എൻ്റെ ചെക്കൻ്റെ സ്കില്ല് കണ്ടോ? ഞാൻ ആദ്യം ഇവനെ ഇറക്കിയപ്പോൾ നിനക്കൊക്കെ എന്ത് പുച്ഛമായിരുന്നു. കണ്ടോ ഇപ്പൊ കണ്ടോ കാര്യങ്ങൾക്കൊക്കെ നീക്ക് പോകായത് കണ്ടോ? ഓ പിന്നെ എനിക്കൊക്കെ പറ്റും കേട്ടോ. ആ മാങ്ങയാണ് അവിടെങ്ങാനും ഈച്ച അടിച്ചിരിക്കുക. എടാ മോനെ, നിന്റെ കാര്യത്തിൽ മാത്രം ഒരു നീക്കുപോക്കില്ലല്ലോടാ. ഉണ്ട്. മുക്കിയും മൂളി 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നല്ലാതെ. എന്ത് കുന്ത, നീയും അതിന് മനസ്സ് വെക്കണം. എന്നത്? മിണ്ടണ്ട, അതൊന്നും പറയാനുള്ള ബുദ്ധിയൊന്നും അതിനില്ല. എന്നതാ പറ. പറയണോ? ആ പറയട്ടെ. സത്യം? പോടാ. ഉമ്മെന്ന് എന്താണേലും ഒരു ദിവസം പറയണമല്ലോ. അങ്ങനെ അതും സെറ്റായി. അത് ഞാനൊരു 2 ദിവസം കഴിയുമ്പോൾ പറയാം. ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വന്നാൽ മതി. കാണിക്കാനുള്ള സാധനം. ഹൃദയമാണോ? ഹൃദയം പിന്നെ പോന്നെ. പിന്നെ നീ ഞാൻ പറയും ആ സ്ഥലത്ത് നീ വരണം. അപ്പോൾ കാണും. വരാം. ഞാനപ്പോൾ ഇറങ്ങട്ടെ. ഒരു നല്ല ഫോട്ടോ തരണേ. എന്തിന്? ആദരാഞ്ജലിയിൽ നിന്ന് അടിച്ചിറക്കാനാ. ഇല്ല, അത് ഫൗളാ. എടാ കളി അറിയല്ലേ, എണീച്ച് പോടാ. അപ്പം ലൂയി ഒന്നുകൂടെ എണ്ണു. മ്യാമാ. ശവങ്ങൾ പോത്ത് പോലെ വളർന്ന്. അല്ല, അതേതാ ഒരു ചെന്നായ? എൻ്റേതാ. ദാരിദ്ര്യം ഒളിച്ചേ കണ്ട് കളിക്കുക പിള്ളേരുടെ കൂടെ. അവൻ എത്രയാണോ? 25 തോന്നുന്നു. നല്ല തന്ത. അയ്യോ, നല്ല തന്തയുടെ പുരസ്കാരം വാങ്ങിയ മഹത് പ്യൗര പിയപ്പ. എന്നെ പറ്റി കളിക്കുന്നില്ലേ? വയ്യ, മടുത്തു. പണ്ടത്തെ പോലെ ഇല്ല, ശരീരമൊക്കെ വയ്യാണ്ടായി. അല്ലാതെ ഹെവി കള്ളക്കളി ഒക്കെ കൊണ്ടല്ല. നാണം കൊണ്ടോടാ നിനക്ക് പിള്ളേരുടെ കൂടെ കളിക്കാൻ. എന്തോ പിള്ളേരോ തേങ്ങ 2നെയും കെട്ടിച്ചു വിടാറായി. അത് പറഞ്ഞപ്പോഴാ ഇവനെ കെട്ടിച്ചു വിടാറായില്ലേ? അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പറയാം. ഇൻട്രസ്റ്റിങ്. അപ്പോൾ പറയൂ, ഒരു പെങ്കൊച്ചിൻ്റെ ശാപം നമ്മൾ എന്തിനാ വാങ്ങണേ? അത് ചാച്ചാ. അവൻ പറഞ്ഞത് കാര്യമില്ലേ? നിന്നെ കെട്ടിക്കണില്ല, മറ്റവളെ കെട്ടിക്കാം. ഇവനെ അച്ഛനാവാൻ വിടാം. മാരത്തലയും ചുമ്മാ അലിങ്ങർക്ക് അമ്മയെ കിട്ടിയത് അത് തന്നെ വേണം. അവളെപ്പോൾ എത്തും? ഇന്ന് രാത്രിയാന്നാ പറഞ്ഞേ. താനെന്തൊരു തന്തയാടോ? തനിക്കെന്നാ അവളെ വിളിച്ചുകൊണ്ട് വന്നൂടെ? എൻ്റെ കൊച്ചിന് സ്വയം പര്യാപ്തതയൊക്കെ ഉണ്ട്. ഈ അറിയുന്ന പോലെയൊന്നും അല്ല. എട്ടരയാ? ഈ തള്ള അമ്മേ എന്നെ കിടന്നലറുന്നേ.
അമ്മ 8:30 മണിയായി. യാ ഐ നോ, ഐ ക്യാൻ സീ, ഐ ഹാവ് ഐസ്. എന്നിട്ടാണ് നിങ്ങളെന്നെ വിളിക്കാഞ്ഞേ? ഡോട്ടർ ലിസൺ, നിന്നെ വിളിച്ചാലല്ല, ഈ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണാലും നീ എണീക്കില്ല. സോ വൈ വേസ്റ്റ് എനർജി? ഒച്ച കൂട്ടി പറഞ്ഞ് സ്ട്രെസ്സ് കൂട്ടി എൻ്റെ സ്കിൻ കളയാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എൻ്റെ സൗന്ദര്യം കിട്ടിയിട്ടില്ല, അങ്ങയുടെയാണെന്ന് തോന്നുന്നു. അതെങ്ങനെ മോരടിച്ചിരിക്കുന്നത്? സോ സാഡ്. മാറിയില്ല അങ്ങോട്ട്. അതെ പോണം, അല്ല കൊള്ളാം. ക്ലാസ്സിൽ നിന്ന് 9-ന് മിസ് എന്നെ വിളിച്ച് നീ വന്നില്ല എന്ന് പറയുവാണെങ്കിൽ ഞാൻ പറയും കിടന്നുറങ്ങുമായിരുന്നു. പൂവർ ഡോട്ടർ, പോട്ടടാ മോനെ. മാറിക്കിടോ അങ്ങോട്ട്. എൻ്റെ പൊന്നെ, ഇത് കടിക്കൂ. അമ്മേ ഞാൻ പോവാണേ. എൻ്റെ കൊച്ചി ഇന്നേലും ഒന്ന് ക്ലാസ്സിൻ്റെ പുറത്ത് നിൽക്കാതിരിക്കണേ. സൈക്കോ. നീ ഞാൻ നോക്കി നിൽക്കുക, പോകുന്നില്ലേ? ഞാൻ പോവാം, രാത്രി വരാം. എല്ലാം ഇറങ്ങിപ്പോ, സമാധാനമുണ്ട്. നീയാ? എണീക്കാൻ താമസിച്ച്. നിനക്ക് ഇന്ന് നേരത്തെ പൊക്കൂടെ? അയ്യോ എന്നെ പറ്റി കാല് പിടിഞ്ഞോ? കുഴപ്പമില്ലടാ. കമോൺ, ഈ ചേട്ടൻ പിന്നെ എന്നാ ബൈസെപ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? കമോൺ. എടാ എനിക്ക് കുഴപ്പമില്ലാന്ന്. നോനോ, പറയുന്ന അനുസരിച്ചാ മതി. എവി കയറ്. എടാ ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങ് കയറ്, സമയമില്ല, വേഗം. ആ തിരുമടി. പാട്ടി 1000 തവണ ഞാൻ പറഞ്ഞതാ എനിക്ക് കുഴപ്പമില്ല കുഴപ്പമില്ല. നീണ്ടരുത്. എന്നാ അത് പറയണ്ടേടി. എന്നെ പറയാൻ സമ്മതിക്കണ്ടേ? എന്നിട്ട് ക്ലാസ്സിലോട്ട് ലേറ്റുമായി പുറത്ത് ഇറക്കി വിട്ടു. നടുവും വെട്ടി കിടക്കണം. ആ പയ്യെ. എടാ ഞാൻ അവളെ എങ്ങനെ കണ്ടുപിടിക്കൂടെ? ഈ ഫോട്ടോ തന്നെ കിട്ടിയത് എന്തോ ദൈവഭയം. അളിയാ നീ ഒരു കാര്യം ചെയ്യും, അത് അവനോട് തന്നെ കഴിക്കും. ഈ കഴിവേറിയൊക്കെ കൊണ്ട് ഞാൻ എന്നാ ചെയ്യാനാ? അല്ല പിന്നെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്നാ പറയാനാ? നീ ചോദിച്ചാലോ? നീ എന്ത് തേങ്ങ വേണേലും കാണിക്കും. സ്ട്രെസ്. പഠിക്കണ കാര്യത്തിൽ ഇതുണ്ടായിരുന്നെങ്കിൽ. എവിയുടെ കാര്യമാ പിന്നെ? എന്ത്? കുറേ നാളായല്ലോ ഇയാളിങ്ങനെ ഒളിപ്പിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. എന്തേലുമൊക്കെ നടക്കുമോ? ഞാൻ കെട്ടി, എൻ്റെ പിള്ളേരുണ്ടായി, അവർ കെട്ടുമ്പോഴെങ്കിലും അവൾ കളയുമോ? ഓടാ മാറി, ഞാൻ അവളോട് പറയാൻ പോവാ. ഇനി ഞാൻ വൈകിപ്പിക്കുന്നില്ല. എന്തോ പറയാൻ ഇയാൾ? ഈ സ്കൂള് മുഴുവനും അറിയാം. അവളുടെ അച്ഛൻ, അമ്മ, മാമൻ, എന്തിന് എൻ്റെ വീട്ടിലുള്ള കുരിപ്പ് വരെ ഈ പഞ്ചായത്ത് മുഴുവനും അറിയാം. നീ താൻ എന്നാ പറയാനാണ് അവളോട്? എന്നിട്ട് എന്നാടാ അവളെന്നെ 24 മണിക്കൂർ എടുത്തെറിയണേ? ബ്രദർ, ഞാനൊരു കാര്യം പറയാം. ഈ പെണ്ണുങ്ങളുണ്ടല്ലോ പല രീതിയിലാണ് സ്നേഹം കാണിക്കുന്നത്. ചിലർ കടിക്കും പിച്ചും മാന്തും, ചിലർ മൈൻഡ് പോലും ചെയ്യില്ല. ചിലരോട് നമ്മൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഇഷ്ടമല്ല എന്നേ പറയൂ. ബട്ട് നമ്മൾ പിന്മാറില്ല, അങ്ങനെ പുറകെ നടക്കണം. അതാ അവർ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഈ പറഞ്ഞ ലോകത്തുള്ള പെണ്ണുങ്ങൾക്കെല്ലാം നമ്മളെ ഇഷ്ടമാണ്. നമ്മൾ പുറകെ നടക്കാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ്. ഓടാ പോളെ. ശരിക്കും ആണോടാ? എനിക്ക് ചിലപ്പോൾ എടുത്തിട്ട് അലക്കുന്നതായിരിക്കും ലവ് ലാംഗ്വേജ്. ഒരു വല്ലാത്ത ലവ് ലാംഗ്വേജ് തന്നെ. ആദ്യം ഈ മൊണ്ണെ കൊണ്ട് കള, അപ്പം നിന്റെ ജീവിതം വെട്ടിത്തിളങ്ങും. അല്ല നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? തെണ്ടി, സത്യം പറ, ആരാ? ആര്? Could have been everything, but നിന്റെ വായിന്ന് കേൾക്കാൻ ഒരു കൗതുകം, that's all. നിങ്ങളതൊക്കെ എങ്ങനെ അറിഞ്ഞ്? അറിയാ, ഈ ഓവർ ടാലന്റഡ് ഫേസ് ഞാൻ കുഞ്ഞിലെ മുതലേ കാണുന്ന, ഇത്ര നാളില്ലാത്ത ഇളക്കമൊക്കെയാണോ ഇപ്പൊ കാണുന്നത്? അതെ, വി ഹാവ് ഐസ് ബ്രദർ, വി നോ. ഞാൻ ഭയങ്കര സീക്രട്ടീവായി വെച്ചതാ. ഓലൊക്കെ വായും പൊളിച്ച് അവളെ നോക്കി വെള്ളം ഇറക്കുന്നതാണോ നിന്റെ സീക്രട്ടീവ്? അതെ, അത് കാണാതിരിക്കാൻ ഞങ്ങളുടെ കണ്ണി കുരുവൊന്നുമില്ല. ഞാൻ ഓഫീസിലാകുമ്പോൾ ഡിക്ലെയർ ചെയ്യാം. ചാൻസ് ഉണ്ടോ? ചെറുതായിട്ട്. ഈ ഉളയോ അവക്കോ? ഓടോ, ഞാൻ ആ മണ്ണത്തരമൊക്കെ മാറ്റിയാ കൊള്ളാം. ജൂനിമോൻ പൗരനായി. നിന്റെ ചേച്ചി അറിയാതെ നോക്കിയോ? അയ്യോ, പിശാചിന്റെ കാര്യം ഞാൻ മറന്നു. യെസ്, ഐ നീഡ് ടു ബി കെയർഫുൾ. അയ്യോ ഇതെന്നാ? ഞാനടുത്ത് പഠിക്കുകയാണ്. അത് നീ ജെയിൻ ഒന്നുകൂടെ ജനിക്കണം. എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. എവി, നാത്തുനെ പറ്റിയുള്ള വല്ല ഡീറ്റെയിൽസും കിട്ടിയോ? എവിടെ? ആ പെണ്ണിനെ ഒന്ന് കണ്ടിട്ട് എനിക്ക് ചത്താൽ മതിയായിരുന്നു. സത്യം, നമ്മളെ തീ തിന്ന് ചെയ്യായിട്ട് ഏതാണോ എന്തോ. നമുക്കിത് ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നാളെ കഴിഞ്ഞ അവധിയല്ലേ? അപ്പോൾ നാളെ ഒരു ഗേൾസ് സ്ലീപ്പ് ഓവർ നടത്താം. ഞാൻ വരും. തള്ളയുടെ കാല് പിടിക്കണം. ബട്ട് ദാറ്റ്സ് ഫൈൻ, ഐ വിൽ അഡ്ജസ്റ്റ്. തെണ്ടിച്ചേറ്റ പട്ടിനാറി തെണ്ടിത്തരം കാണിച്ചുണ്ടല്ലോ. പ്രേതക്കഥയിൽ വല്ലോ വന്ന
പിടിച്ച വല്ല ഫുഡ് വേസ്റ്റിലും ഞാനിടും, സത്യമായിട്ടും. പറയണില്ല എൻ്റെ പൊന്നെ, ആരെങ്കിലും പാട്ടിക്ക് നല്ലതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ നാളെ ശശിയുടെ വീട്ടിൽ, ഓക്കെ? നടക്കില്ല. ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഞാനത് സമ്മതിക്കുകയില്ല. നിന്റെ സമ്മതം ആരുടെ കൂടെ ചോദിച്ചോ അല്ലേ? ചെറിയമ്മ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതിന് നീ ഏതാണ്? എനിക്കൊന്നും അറിയണ്ട. എവിയുടെ സേഫ്റ്റിയാണ് എനിക്ക് വലുത്. എനിക്ക് അവനെ കണ്ട വീട്ടിലോട്ടൊന്നും എനിക്ക് വിടാൻ പറ്റത്തില്ല. ഓ ലൂയിമോൻ ഇതിമൊക്കെ എന്ത് കെയറിങ്ങാ. എവിടുന്ന് കിട്ടൂടി ഇങ്ങനത്തെ ഒരു ചേട്ടനെ? എടാ ചെറുക്ക, എൻ്റെ സ്വഭാവം നിനക്കറിയാലോ. ഞാൻ നിന്നോട് അനുവാദമൊന്നും ചോദിച്ചാലോ ഞാൻ പോകുമെന്ന് ഇവിടെ പറഞ്ഞത് നീ ഒളിഞ്ഞു നിന്ന് കേട്ടതാണ്. മോളെ, ഈ ചേട്ടന് നിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ലടി. നീ എന്നെ മനസ്സിലാക്കടി. കാല് വളരുന്നുണ്ടോ, കൈ വളരുന്നുണ്ടോ, പേനല്ല ഒക്കെ നോക്കി ഇരുന്നിട്ട് നീ പോകുന്ന സമയത്ത് ആരെങ്കിലും നിന്നെ പിടിച്ചോണ്ട് കൊണ്ടുപോയാലും അവർ തിരിച്ചുകൊണ്ട് തരും. അത് വേറെ കാര്യം. എന്നാലും ഈ നാറിക്ക് എന്താണ് കുഴപ്പമുണ്ടല്ലോ, എന്താണൊക്കെ വേണ്ടേ? അങ്ങനെ ചോദിക്കേ. മാമ നിനക്ക് കൊണ്ടുവന്ന ആ പുതിയ എയർപോർട്ടില്ലേ, അതെനിക്ക് തരുമോ? എനിക്ക് തോന്നി ഈ പട്ടിണിക്ക് അഭിനയം കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ഇങ്ങനത്തെ ഉടായ്പായിരിക്കുന്നു. ഞാൻ ചത്താലും തരത്തിലടാ പന്നി. എന്നാ പോ. ഞാൻ ചെറിയമ്മയോട് പറയും നിന്നെ വിടേണ്ടത്. എന്നെ അറിയാലോ, ചെറിയമ്മയ്ക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടതും വല്ലതും ഇല്ല. ഈ പട്ടിയെ കൊണ്ട് എനിക്കൊരു സമാധാനവും ഇല്ലല്ലോ ദൈവമേ. ജനിച്ചപ്പം അത് തുടങ്ങിയത് നാറി ചേറ്റ പാട്ടി തിണ്ടി കൊണ്ട് തിന്ന് എന്നെ മുറി കൊണ്ടിരിക്കും. ഗുഡ് ഗേൾ. നീ എവിടെ വേണേലും പോയി. ചെറിയമ്മേ, കൊച്ചിനെ വിട്ടേക്ക്. പിള്ളേരുടെ ആഗ്രഹമൊക്കെ നമ്മളല്ലേ സാധിച്ചു കൊടുക്കണ്ടേ. കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഇട്ടേക്ക് അങ്ങോട്ട്. ദൈവമേ, തലയിലല്ലോ ഉൽക്ക വന്ന് വീഴണേ. ലേഡീസ്, ഐ എം ഹിയർ. ഇതെന്നാ? When life gives you tangerine. പുതിയ ഡ്രാമ. അത് കൊള്ളാവോ? ഞാൻ കാണണമെന്നും വെച്ചിരിക്കുമായിരുന്നു. നീ ഒരു മോളാണ്, ഒരു അമ്മയാണ്, ഒരു ചേച്ചിയാണ്, ഭാര്യയാണ്, പിന്നെ ആരായിരുന്നു നീ? എനിവേ യു ആർ എവരിതിങ്. ഞാനോ? ആരുടെ? ആൻറ്റി അങ്ങനെ നീ നന്നായിട്ട് നോക്കണം, അത് നിന്റെ കടമയാണ്. നിങ്ങൾ എന്നെ എങ്ങനെ തല്ലിപ്പുറത്താക്കാവോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. സാധനമൊക്കെ ഉണ്ടോ? മിച്ചറും പെറുക്കാനും ഒക്കെ ഉണ്ട്. നിന്റെ ചേട്ടൻ എന്തേടി? അറിയതെവിടെ പോയി കിടക്ക. അവൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ ഗേൾസ്, അവൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ തകരാറുണ്ട്. എന്നോട് ഭയങ്കര സ്നേഹം, ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തരുന്നു. ഞാൻ കാണിക്കുന്ന കാര്യങ്ങൾ അമ്മയോട് പറയാതിരിക്കുന്നു. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അയ്യോ, ലൂയെ പോലെ. ഇതത് തന്നെ. ചേട്ടൻ സെറ്റായി. ഈശ്വരാ, കണ്ടവരെല്ലാം സെറ്റാവണല്ലോ. എല്ലാവർക്കും പെണ്ണും പിടക്കോഴിയൊക്കെ കിട്ടി. നമ്മുടെ പൂവൻകോഴി എവിടാണോ എന്തോ. ഏത് ആ കഴിവറിക്കോ പൂടി. സാശേ, ലൂയി എന്നതൊരു ചെറ്റത്തരത്തിൻ്റെയും മോണത്തരത്തിൻ്റെയും നടുക്ക് നിൽക്കണ കാലേവാരി പട്ടിയായിരുന്നു അവൻ. അവന് വരെ പെണ്ണ് കിട്ടിയെങ്കിൽ നിന്റെ ചേട്ടനൊക്കെ എന്നേ ആവാം. എന്നെ ചത്തോ? ഞാൻ അനക്കൊന്നുമില്ലാത്ത പൂടി. ആ ചെറുക്കനുള്ള ബുദ്ധിയൊന്നുമില്ല. ലൂയിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വന്ന സെയിം അവസ്ഥ. എൻജോയ്. ഇല്ല, അതൊന്നും അല്ല. വേറെ എന്തോ ഉടായ്പ കാണിച്ചിട്ടുണ്ട്. എന്നെ സോപ്പിടുന്ന അമ്മയോട് പറയുമ്പോൾ തല്ല് കിട്ടാതിരിക്കാൻ വേണ്ടി എന്നോട് സോപ്പിടുന്നതാ. എൻ്റെ ചെക്കൻ അതിനോട് ബുദ്ധിയൊന്നുമില്ല. ദൈവം അതൊന്നും കൊടുത്തിട്ടില്ല, എനിക്ക് ഉറപ്പാ. എക്സാക്ട്ലി. ആ പെണ്ണിൻ്റെ കാര്യം വീട്ടിൽ പറയുമ്പോൾ അമ്മ തല്ലാതിരിക്കാൻ നിന്നെ സോപ്പിടുന്നു. നിന്റെ സപ്പോർട്ട് നിന്റെ ചേട്ടന് വേണം. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, അക്സെപ്റ്റ് ഇറ്റ്. അവനൊക്കെ ആര് പെണ്ണ് കൊടുക്കാനാ? എടി, ഈ ചെറുക്കന്മാരെ ഒന്നും വിശ്വസിക്കില്ലടി. ഇതുങ്ങളെ പെങ്ങന്മാരെ എടുത്ത് എറിയെങ്കിലും സ്നേഹിക്കുന്ന പെണ്ണിന്റെ പുറകെ തേനൊലിപ്പിച്ചെടുക്കും. എൻ്റെ വീട്ടിലുണ്ടല്ലോ ഒരെണ്ണം. ജാക്സൺ ആണോ? യാ, ഇപ്പൊ പുതിയ പെണ്ണിന്റെ പറയാ. ആര്? ജൂണിയുടെ ചേച്ചി. എപ്പോ? അതൊക്കെ നടന്ന് ഇപ്പൊ അവന്റെ വീടിന്റെ ഗേറ്റിൽ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടാവും. വന്നു ഞാൻ. എൻ്റെ പവിഴം അല്ല, ഈശ്വര പേര് പറഞ്ഞല്ലോ. എന്തുവായിരുന്നു? ജോളി എന്ന് പറയുമ്പോഴത്തേക്കും ജാജി. ഓരോ പേരുമായിട്ട് വന്നോളൂ. എൻ്റെ ചീച്ച. ഇന്ന് ഞാൻ എൻ്റെ ചേച്ചിയോടെ എല്ലാം പറഞ്ഞിരിക്കും. ജുണിമോനെ, വെൽക്കം ടു ദ അളിയൻസ് ഫാമിലി ടുഗദർ. ഈശ്വര അപ്പനെ വിവരം വിദ്യാഭ്യാസമുള്ള വെച്ച ആ ചേച്ചി തുപ്പിയിടുമ്പോൾ അവന് സമാധാനം ആയിക്കോളും. നീ എങ്ങനെ അറിഞ്ഞേ? അത് വീട്ടിൽ പൊക്കി.
ചേച്ചിക്ക് വേണ്ടി എഴുതിയൊരു കത്ത് അലക്കാനിട്ട പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടി. സത്യം പറയാലോ, ആ തിണ്ടിയൊന്നും കെട്ടല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ പൊന്നെ അക്ഷരത്തെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവനൊക്കെ ആരാടാ 10ാം ക്ലാസ്സിൽ പാസ്സാക്കിയത്? അമ്മ അറിഞ്ഞു, കുഞ്ഞ് കത്തൊന്നും എഴുതണ്ട, വല്ല മെസ്സേജ് ഇട്ടാൽ മതി, അതും ഇംഗ്ലീഷിൽ, മലയാളത്തിലൊന്നും എഴുതല്ലേന്ന് പറഞ്ഞിട്ടുണ്ട്. പാവം റോഷനും ജൂണിയുടെ ചേച്ചിയും ഒന്നിച്ചാ പഠിച്ചത്. അവനൊന്ന് മനസ്സ് വെച്ചാൽ ചിലപ്പം സെറ്റാകും. ഞാനായിട്ട് ഇങ്ങനെ ഒരു കൊച്ചിൻ്റെ ജീവിതം കളയണ്ടെന്ന് വെച്ചിട്ടാണ്. അല്ല, റോഹൻ ചേച്ചനില്ലേ? റോഹൻ ചേച്ചൻ ഒരു പെങ്ങളില്ലേ, റേച്ചൽ? അവൾ വന്നു? ആ വന്നിട്ടുണ്ട്, പക്ഷെ അവൾ ഇവിടെ അല്ല. ഏതോ ഒരു അവളുടെ കൂടെ പഠിച്ച കൊച്ചിൻ്റെ ചേച്ചിയുടെ കല്യാണം. അപ്പോൾ അവൾ അതും കൂടിയിട്ടേ വരത്തുള്ളൂ. എടി 15 മിനിറ്റായി, ഇതിനൊരു അനക്കമില്ല കേട്ടോ. ശ്വാസമുണ്ടോ? ആ ഉണ്ട്, കുഴപ്പമില്ല. ശാശമോളെ, ആ ഗൈസ് എപ്പോ വന്ന്? ഇച്ചിരി നേരമായി. വാട്ട് എ പ്ലസന്റ് കോയിൻസിഡൻസ്. ഞാൻ വെറുതെ 3 ഐസ്ക്രീം വാങ്ങി. എന്നാ എല്ലാവരും എടുത്തു. ശേഷമല്ലേ എണീറ്റ്, എന്താ ചേട്ടൻ വന്നിരിക്കുന്നു. എടി അതിനൊന്ന് എണീപ്പിച്ചേ. എടാ കുട്ടാ, ഇങ്ങി വന്നേ. എന്താടി? നീ വാ കുഞ്ഞിങ്ങി വാ, ഇവിടെ വന്നിരുന്നേ. ഈശ്വര, നീ സെറ്റൊന്നും അല്ലല്ലോ അല്ലേ? നിനക്ക് എങ്ങനെ അറിയാ? ബ്രദർ, വി ആർ ഈറ്റിംഗ് റൈസ്, നോട്ട് ഗോതമ്പട. അറ്റ്ലീസ്റ്റ് മറക്കുന്നതായിട്ടെങ്കിലും ഒന്ന് അഭിനയിക്കായിരുന്നു. തുറന്ന പുസ്തകം. ഞാൻ പണ്ടേ ഇന്നസെന്റ് അല്ലേ, നീ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. പ്ലീസ് ശല്യപ്പെടുത്തരുത്. പോ, എൻ്റെ മുമ്പിൽ കണ്ടുപോരുത്. എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. പോ. നീ വേണം എൻ്റെ കൂടെ, നിന്റെ ചേട്ടന് വേണ്ടി. അല്ല, നിനക്ക് പറ്റൂ. ഇത് നീ വേണം നടത്തി തരാൻ. ഹായ് എള്ളോളം തരി. ഒന്ന് വിളിക്കണേ, ലൈവ് വെള്ളോളം തരി ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാ. കള്ള, ഇതൊക്കെ എപ്പോ? ഇപ്പൊ 5 വർഷമായി. 5 വർഷമോ? The hobby was too stunned to speak. എന്നിട്ട് ഈ വാഴയ്ക്കൊന്നും മനസ്സിലായില്ലേ? ഞാൻ അവൾക്ക് എന്തോരം ക്ലൂ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ? എൻ്റെ മൊബൈലിലെ ഫോട്ടോ, ഞങ്ങൾ സെറ്റായ രീതിയിലുള്ള വർത്തമാനം. ഈ കിഴങ്ങിക്ക് ഇതൊന്നും മനസ്സിലായില്ല. പിന്നെ ആ ഒരു സ്ട്രൈറ്റ് ആയിട്ട് പറയാന്ന്. എന്നിട്ട് ഈ പട്ടിയൊന്നും പറഞ്ഞില്ലല്ലോ. ഈ കഴിവില്ലാത്തവരെല്ലാം വെറുതെ പറയുന്നതല്ലേ ഞാൻ വിചാരിച്ച്. ഇതൊക്കെ ഉള്ളത് ഞാൻ വിചാരിക്കും. സത്യമായിട്ടും പറ, ഇവനൊക്കെ ആര് പെണ്ണ് കൊടുക്കാനാ ഞാൻ വിചാരിച്ചോ? ഞാൻ പൂർ ഗേൾ. ആരാ പെണ്ണ്? എൻ്റെ കൂടെ പഠിച്ച സാക്ഷിക്കറിയാം, ഏഞ്ചല്. ഏത്? നിന്നെ 10ാം ക്ലാസ്സിൽ പ്രപ്പോസ് ചെയ്തപ്പോൾ നീ തുപ്പിയ പെണ്ണോ? ഒരു ദുർബല സാഹചര്യത്തിൽ അവളെനിക്ക് വളഞ്ഞു. അയ്യേ വാഴ ഭാഷ. ഒരു ഭാരം അങ്ങ് ഇറക്കി വെച്ച പോലെ. കല്യാണത്തിന് വിളിക്കണം. പിന്നല്ലാതെ നിങ്ങളല്ലാണ്ട് പിന്നെ ആരെ വിളിക്കാനാ? പോടുന്നു. സീരിയല് പോലെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ നിന്നാൽ എല്ലാം ഓക്കെ ആവും. അതിന് ഇവള് നിൽക്കൂ. അതിനുള്ളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത്?